ഇത് കണ്ടിട്ട് ഫ്രൈഡ് റൈസ് ആണോ ബിരിയാണി ആണോ എന്ന് ആലോചിച്ചിരിക്കുകയല്ലേ നിങ്ങൾ? ഇതൊന്നുമല്ല സംഗതി. നിങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ മടിച്ചിരിക്കുന്ന ദിവസം ഉണ്ടാക്കാൻ പറ്റിയ സാധനം. ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതൊരു കടായി വെച്ചിട്ട് പിന്നെ അതിനകത്ത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചിട്ട് പിന്നെ ഒരു സ്പൂൺ നമ്മുടെ കടുക് ചേർക്കുക. പിന്നെ കുറച്ച് സവാള, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് കറി ലീവ്സ് പൗഡർ. അത് ഞാൻ നേരത്തെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. കറി ലീവ്സ് പൗഡർ ഇട്ടിട്ട് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ടെർമറിക്ക്, പിന്നെ ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ മസാല ഗരം മസാല ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റുക എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് പോലും വേണ്ട, ഒന്ന് പച്ചമണം മാറുന്ന വരെ. പിന്നെ ടൊമാറ്റോ കുനുകുനാന്നരിഞ്ഞിട്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റുക. നമ്മുടെ ടൊമാറ്റോ പൊടിഞ്ഞ് വരത്തില്ലേ, നല്ല പൊടിഞ്ഞ് വരുന്ന സമയം, അതായത് നല്ല വെന്ത് വരുന്ന ഈ ഒരു പരുവമാകുമ്പോഴേക്കും കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് അതും ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ മുട്ടയില്ലേ, മുട്ട 1 2 ഒക്കെ ചേർക്കാം. ഞാനിവിടെ ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. ആ മുട്ട ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നന്നായിട്ട് അതിൻ്റെ ഇതെല്ലാം മാറി സെപ്പറേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ചിക്കൻ ഇത് കുരുമുളകും ഉപ്പുമൊക്കെ ഇട്ട് വെച്ച ചിക്കൻ അല്ല. ഞാനിത് പറഞ്ഞുതരാം, ചിക്കൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചൊരു മലായി ടിക്കയാണ്, പക്ഷേ ടേസ്റ്റ് അത്ര പോരായിരുന്നു. അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അമ്മ ഇത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരുമെന്ന്. അപ്പം ഞാൻ ചെയ്ത പരിപാടി ഇതെന്താണെന്നറിയോ, നമ്മുടെ മെയിൻ താരം ഇടിയപ്പം എടുത്തിട്ട് നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ട് അതും അങ്ങ് ചേർത്തിട്ട് ഇതിനെ കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലോ ഡിന്നറായിട്ടോ ഒക്കെ പിള്ളേർക്കും വീട്ടുകാർക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ഒരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവരും എന്നോട് താങ്ക് യു പറയും. ഇത് കുറച്ച് എന്നിട്ട് നമ്മുടെ മല്ലിയിലയും കുനുകുനാന്നിരിഞ്ഞ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ഇത് ഫ്രൈഡ് റൈസ് ആണോ ബിരിയാണി ആണോ എന്ന് കണ്ടുപിടിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല, അത്രയും ടേസ്റ്റിയാണ്. കഴിച്ച് നോക്കിയിട്ട് എന്നോട് എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ ദെൻ, ബൈ ബൈ.